Hi friends, it's me Shahil and welcome back to my channel Gadget Child. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ കുറേ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. അപ്പോൾ യൂട്യൂബിൽ കുറച്ച് ഒളിഞ്ഞിരിക്കുന്ന ട്രിക്സ്, അതായത് 5 ഹിഡൻ ട്രിക്സിനെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പേർക്കും അറിയാത്ത കുറച്ച് ട്രിക്സാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആ ട്രിക്സിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, അതിനുവേണ്ടി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണില്ലേ, അതുകൊണ്ട് ഒന്ന് എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ ഈ ട്രിക്ക് എങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം മേലെ കാണുന്ന പ്രൊഫൈൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ സെറ്റിങ്സിലോട്ടൊന്ന് പോവുക. അതിൽ ഫസ്റ്റ് ഓപ്ഷനായ ജനറൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും, എനേബിൾ സ്റ്റാറ്റ്സ് ഫോർ നെറ്റ്സ്. അത് നിങ്ങൾ എന്നെ എനേബിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന 3 ഡോട്ടിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് 5ാമതായിട്ട് പുതിയ ഓപ്ഷൻ വന്നതായി കാണാം, സ്റ്റാറ്റ്സ് ഫോർ നെറ്റ്സ്. അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആ വീഡിയോയുടെ കുറച്ച് ഡീറ്റെയിൽസ് ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, അവിടെ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഡാർക്ക് തീം തന്നെ നിങ്ങൾ കൂടുതൽ പേർക്കും അറിയുന്നതായിരിക്കും, കാരണം ഇപ്പോൾ ഇത് അടുത്ത് അനൗൺസ് ചെയ്തിട്ടുള്ളൂ. സോ ഫ്രണ്ട്സ്, ഈ ഒരു ഡാർക്ക് തീം എനേബിൾ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പ്രൊഫൈലിലേക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിങ്സിലോട്ട് പോവാം. സെറ്റിങ്സിൽ ഫസ്റ്റ് ഓപ്ഷനായ ജനറൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ സെക്കൻഡ് ഓപ്ഷൻ ഡാർക്ക് തീം എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സാധാരണയായിട്ട് നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് തീമിലാവും നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഡാർക്ക് തീം എനേബിൾ ചെയ്താൽ നമുക്ക് ഡാർക്ക് ഐ തീം, അതായത് ബ്ലാക്ക് കളറിലാവും നമുക്ക് മൊത്തത്തിൽ ആ തീം ഒന്ന് കാണാൻ സാധിക്കാം. അത് വളരെ നല്ലൊരു ഉപകാരമുള്ള ട്രിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പോവുക. സോ ഫ്രണ്ട്സ്, അവിടെ മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു മൊബൈലിൽ നമ്മൾ യൂട്യൂബ് ഉപയോഗിച്ച് തന്നെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്, അതായത് ഓഫ്ലൈനായിട്ട് സേവ് ആക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സേവ് ആക്കുമ്പോൾ ഏതെങ്കിലും ഒരു ക്വാളിറ്റിയിലാവും ആ വീഡിയോ ഡൗൺലോഡ് ആവുക. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു ക്വാളിറ്റി ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം പ്രൊഫൈലേക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂട്യൂബിൻ്റെ സെറ്റിങ്സിലോട്ടൊന്ന് പോവുക. സെറ്റിങ്സിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഡൗൺലോഡ്സ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഓപ്ഷനിൽ വീഡിയോ ക്വാളിറ്റി എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചാവും നിങ്ങളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആസ്ക് ഈച്ച് ടൈം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ തവണ നിങ്ങൾ വീഡിയോ ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും ഏത് ക്വാളിറ്റിയിലാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിനോട് ട്രൈ ചെയ്തുക. നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി, അതായത് സ്റ്റോറേജും കൂടി സേവ് ആക്കാനുള്ള ഒരു ഫീച്ചറും കൂടിയാണ് ഇത്. സോ ഫ്രണ്ട്സ്, നമ്മൾ നാലാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ചില ആ വീഡിയോയുടെ ചെറിയ പാർട്ടുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്. അതായത് ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ 10 സെക്കൻഡ് വെച്ചിട്ടോ 5 സെക്കൻഡ് വെച്ചിട്ടോ ഒക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 10 സെക്കൻഡ് 5 സെക്കൻഡ് ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് 10ൽ നിന്ന് 5ലോട്ടോ അല്ലെങ്കിൽ 20ലോട്ടോ അങ്ങനെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചിട്ടോ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാമെന്നാണ് നോക്കുക. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെറ്റിങ്സിലോട്ടൊന്ന് പോവുക. സെറ്റിങ്സിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷനായി ജനറൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും, ഡബിൾ ടാപ്പ് ടു സീക്ക്. അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈമിംഗ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചാവും നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ആകുക. അപ്പോൾ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ 5 സെക്കൻഡ് സെറ്റ് ചെയ്യണമെങ്കിൽ 5 സെക്കൻഡ് വെച്ചിട്ട് സ്കിപ്പ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്ക്, അതായത് 5ാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ നമ്മൾ കാണുന്ന ഒരു വീഡിയോയുടെ സ്പീഡ് എങ്ങനെ കൂട്ടാം, അതുപോലെ തന്നെ കുറക്കാം. അതായത് നമുക്ക് സ്ലോ മോഷൻ ആക്കാം, അതുപോലെ തന്നെ സ്പീഡിൽ കാണുകയും ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നിങ്ങളൊരു വീഡിയോ യൂട്യൂബിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 ഡോട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നാലാമത്തായിട്ട് പ്ലേ ബാക്ക് സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നോർമലാവും സാധാരണയായിട്ട് കിടക്കുക. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 0.25 മുതൽ 2 വരെ നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് സ്പീഡ് കുറയുകയും കൂടുകയും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ 5 യൂട്യൂബിൻ്റെ ട്രിക്സ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതായിട്ടും എൻ്റെ ചാനൽ ഇതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനേബിൾ ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും നല്ലൊരു ടെക്നോളജി വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ഷാഹിൽ സൈനിങ് ഓഫ്.